എന്റെ അച്ഛൻ ഒരു ടാപ്പിംഗ് തൊഴിലാളിയായിരുന്നു. അപ്പൊ അതിന്റെയൊക്കെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ആരും കണ്ടറിഞ്ഞതാണ് ഞാൻ. അത് എനിക്കൊരു ഭാഷയുണ്ട്. എന്റെ അച്ഛന് ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് എന്റെ അച്ഛൻ ഞാൻ കഷ്ടപ്പെടുത്തില്ല എന്നൊരു എനിക്കൊരു ഭാഷയുണ്ടായിരുന്നു. ദൈവം കൊണ്ടുവന്ന ഒരു ഭാഗ്യമാണ് എനിക്ക് ഈ അഭിനയിക്കാന്നുള്ളത്. അത് ഞാൻ ഒരിക്കലും കളയാതെ ഞാൻ ഇവിടം വരെ എത്തി കഷ്ടപ്പെട്ടിട്ട്. ഇതൊക്കെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്നതാണ്. നമ്മൾ ചുമ്മാ വീട്ടിൽ നിന്ന് നമുക്ക് വരുന്നതല്ല. ഈ പൈസ ആണെങ്കിലും നമുക്ക് അഭിനയിക്കാൻ ആൾക്കാർ വിളിക്കുന്നതൊക്കെ നമ്മൾ അതിലോട്ട് ഇറങ്ങണം, ഹാർഡ് വർക്ക് ചെയ്യണം. വന്ന് അന്ന് മുതൽ കേൾക്കാൻ തുടങ്ങിയാണ് PR 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 എന്നൊക്കെ. PR പൈസ കൊണ്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എനിക്ക്? എനിക്ക് എന്റെ കടങ്ങൾ തീർത്തൂടെ? എനിക്ക് എന്റെ കാര്യം നോക്കി വീട്ടിൽ ഇരുന്നൂടെ? ഞാൻ പിന്നെ എന്തിനാണ് ഇവിടെ വന്നത്? ഞാൻ ഇവിടെ വിളിച്ചപ്പോ പറഞ്ഞു അടുത്ത പ്രാവശ്യം വരാന്ന്. ഞാൻ അടുത്ത സീസണിൽ എന്നെ വിളിക്കുമെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു ചിലപ്പോൾ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ സീസണിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റത്തില്ല. എനിക്ക് 2 സർജറി ഉണ്ട്. എനിക്ക് ഈ മൂക്കിന്റെ സർജറി ഉണ്ട്, വയറിൽ സിസ്റ്റ് ഉണ്ട്, എന്റെ അച്ഛന്റെ കാലിന്റെ പൊട്ടിന്റെ സർജറി, ഇതെല്ലാം കളഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. കാലിന്റെ മുട്ടിന്റെ ചിരട്ട മാറ്റി വെക്കുന്നത് 4 ലക്ഷം രൂപ. മാസം ലോൺ അടയ്ക്കണം, 30 ലക്ഷം രൂപയുടെ ലോൺ. ഇത് വെച്ചിട്ടാണ് എനിക്ക് ചേച്ചിക്ക് ലോൺ കിട്ടിയിരിക്കുന്നത്. അത് ഞാൻ ട്രിവാണ്ടത്തൊരു വീട് വെച്ചത്. അത് ഞാൻ അടയ്ക്കണം. ഞാൻ ഇതുവരെ ഒരു മനുഷ്യരിത് അറിയിച്ചിട്ടില്ല. എന്റെ വീട്ടിലുള്ളവർക്ക് മാത്രമേ കാര്യങ്ങൾ അറിയാവൂ. ആരും അറിയിക്കാൻ ഇഷ്ടമില്ല. എനിക്ക് ഇഷ്ടമില്ല ആരും അറിയിക്കുന്നത്. എന്നെ പറ്റി ആർക്കും ഇവിടെ ഉള്ളവർക്കൊന്നും എന്നെ പറ്റി ഒന്നും അറിയില്ല. ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ട് ഇവിടെ എത്തിയെന്നുള്ള ഒരു മനുഷ്യർക്ക് അറിയത്തില്ല. എന്നെ അറിയാവുന്നവർക്ക് മാത്രം കുറച്ച് കാര്യങ്ങൾ അറിയാം. എന്നെ അറിയാവുന്നവർക്ക് മാത്രം. ആ 2 പിള്ളേരെയും ഞാൻ സത്യം പറഞ്ഞ എന്റെ നല്ല ഫ്രണ്ട്സ് തന്നെയാണ് കൊണ്ടുനടന്നത്. എന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ മൈക്ക് മാറ്റി രാത്രി ഞാൻ എല്ലാ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. അവരെ കാര്യങ്ങൾ ഷെയർ ചെയ്യാറുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. എല്ലാ ഫ്രൈഡേ ദിവസങ്ങളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് തന്നെ. മാക്സിമം പുറത്ത് സൗണ്ട് ഇടാത്ത സൗണ്ട് കൊടുക്കാന്ന് പറയുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കാര്യങ്ങളും പറഞ്ഞ് സമാധാനപ്പെടുത്തി എല്ലാം വെച്ചിട്ട് ഇപ്പൊ പറയുകയാണ് ഓരോ കാര്യങ്ങൾ. അവരുടെ ഉള്ളിലുള്ള കാര്യങ്ങളാണ് പുറത്ത് പറയുന്നത്. എനിക്ക് വേണമെങ്കിൽ പറഞ്ഞുകൂടായിരുന്നു. എന്തെല്ലാം പറയായിരുന്നു എനിക്ക് അത് വെച്ചിട്ട്. ഞാൻ എന്തെങ്കിലും പറഞ്ഞോ? ഞാൻ ഇപ്പൊ ആഗ്രഹിക്കുന്ന വെച്ചാലേ എനിക്ക് സത്യം ചേട്ടൻ കാണാൻ വേണ്ടി വീട്ടിൽ പോകാൻ തോന്നുന്നു. ഇവിടെ ഇരിക്കുമ്പോൾ എനിക്ക് പേടിയാണ് എനിക്ക് ഇവിടെ നിൽക്കാൻ. വിറ്റായി പോയെങ്കിൽ മതിയായിരുന്നു. എത്ര നല്ല കണ്ടസ്റ്റന്റ് പോയി. ഞാൻ പോവാ എന്നും പിന്നെ പ്രേക്ഷകർക്ക് പറയാൻ എനിക്ക് ഓട്ടോ ഒന്നും ചെയ്യണ്ടായിരുന്നു. വീട്ടിലെത്തിയാൽ മതി എന്നിറങ്ങി ഞാൻ എന്തെങ്കിലും എനിക്ക് ഏതെങ്കിലും സീരിയൽ ചെയ്തോ വർക്ക് ചെയ്ത് ഞാൻ ജീവിക്കും ചേട്ടാ.